അതുകൊണ്ട് തന്നെ ഈ ആയത്ത് വ്യഭിചാരിയായ ഒരാളെ, വ്യഭിചാരത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെ വിവാഹം കഴിക്കാൻ പാടുണ്ടോ പാടില്ലേ? ചില പണ്ഡിതന്മാർ പറയുന്നു ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, അത്തരത്തിലുള്ള ആളുകളെ വിവാഹം കഴിക്കാൻ പാടില്ല. എന്നാൽ അങ്ങനെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ അവർ പശ്ചാത്തപിച്ചിട്ടുണ്ടെങ്കിലോ തീരെ പാടില്ല എന്ന് പറയാമോ? അവിടെ പണ്ഡിതന്മാർ കൃത്യമായി പറഞ്ഞു, തങ്ങളുടെ ദുർനടപടികളിൽ നിന്ന് മാറി അവർ തൗബ ചെയ്ത് സംസ്കരണം നേടിയിട്ടുണ്ടെങ്കിൽ ആവാം. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അവിടുത്തെ തഫ്സീറിൽ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം, ഈ വീക്ഷണത്തെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ദഹബൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അഭിപ്രായപ്പെട്ടത് ഇലാ അന്നഹു ലാ യസിഹുൽ അഖ്ദു മിനർ റജുലിൽ അഫീഫി അലൽ മർഅത്തിൽ ബഗിയ്യി മാ ദാമത് കദാലിക ഹത്താ തുസ്തതാബ ഫഇൻ താബത് സഹൽ അഖ്ദു അലൈഹാ വഇല്ലാ ഫലാ. എന്താണ് പറയുന്നത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായപ്പെട്ടത് എന്താണ്? ഒരു സാംസ്കാരികമായി മികച്ചു നിൽക്കുന്ന ഒരു പുരുഷൻ വിവാഹം കഴിക്കൽ അഥവാ വിവാഹബന്ധം സ്ഥാപിക്കൽ അവന് അനുവദനീയമാവില്ല. ആരോട്? അലൽ മർഅത്തിൽ ബഗിയ്യി, ഒരു വേശ്യയായ സ്ത്രീയുമായിട്ട്. എപ്പോൾ? മാദാമത്ത് കദാലിക, അവൾ അപ്രകാരം തന്നെ നിലനിൽക്കുന്നിടത്തോളം കാലം. ഹത്താ തുസ്തതാബ, പശ്ചാത്തപിക്കാൻ ആവശ്യപ്പെട്ടിട്ട്. ഫൈൻ താബത്ത്, അവൾ പശ്ചാത്തപിച്ച് ആത്മാർത്ഥമായി അവൾ മടങ്ങുന്നുവെങ്കിൽ സഹൽ അഖ്ദു അലൈഹാ, അവളുമായിട്ടുള്ള വിവാഹബന്ധം ശരിയാകും. വഇല്ലാ ഫലാ, അല്ലെങ്കിൽ പറ്റില്ല. വകദാലിക ലാ യസിഹു തസ്വീജുൽ മർഅത്തിൽ ഹുറ അൽ അഫീഫ, അതുപോലെ തന്നെ പതിവ്രതയും സ്വതന്ത്രയുമായ ഒരു പെണ്ണിനെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനും പാടില്ല, അതും സ്വഹീഹാവുകയില്ല. ബിർറജുലിൽ ഫാജിരിൽ മുസാഫിഹി, ഒരു വ്യഭിചാരിയായ തെമ്മാടിയായ പുരുഷന്. ഏതുവരെ? ഹത്താ യതൂബ തൗബതൻ സഹീഹതൻ, വളരെ കൃത്യമായി ആത്മാർത്ഥമായി അവൻ ഖേദിച്ചു മടങ്ങുന്നത് വരെ. ഖേദിച്ചു മടങ്ങിയാൽ അതും ആകാം. അല്ലാഹു തആല പറഞ്ഞല്ലോ, വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, വിശ്വാസികൾക്ക് അത് നിഷിദ്ധമാക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ വിവാഹം അത് പാടില്ല, വ്യഭിചാരിയായ ഒരാളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന വീക്ഷണമാണ് ആര് പറയുന്നത്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് എന്ന് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ അങ്ങനെയാകുന്നതിന് വിരോധമില്ല, അങ്ങനെ വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമില്ല എന്ന വീക്ഷണമുള്ള ആളുകളും ഉണ്ട്. മാത്രമല്ല, പശ്ചാത്താപ മനസ്ഥിതി അവർക്കുണ്ടെങ്കിൽ പിന്നീട് അവരെക്കുറിച്ച് വ്യഭിചാരി എന്ന് പറയാനും പാടില്ലല്ലോ. ശരി, അപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം പണ്ഡിത ലോകത്തുണ്ട്. ഈ ആയത്തിന്റെ അടിസ്ഥാനം എന്താണ്? ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് വിവാഹം തന്നെയാണ് പറയുന്നത് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാർ. എന്നാൽ വേറെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായം എന്താണ്? ഫദഹബ ജമാഅത്തും മിൻ അഹ്ലിൽ ഇൽമി മിൻഹുൽ അഇമ്മത്തുസ് സലാസ്, 3 മദ്ഹബിന്റെ ഇമാമുകളും അഭിപ്രായപ്പെട്ട ഒരു അഭിപ്രായം, മറ്റു 3 മദ്ഹബിന്റെ അഭിപ്രായങ്ങളും എന്താണ്? ഇലാ ജവാസി നിക്കാഹി സാനിയ, വ്യഭിചാരിയായ ഒരു സ്ത്രീയുമായിട്ട് വിവാഹം കഴിച്ചാൽ അത് സഹിഹാകും, അത് അനുവദനീയം തന്നെയാണ്. എന്നാൽ മഅൽ കറാഹ അത്തൻസീഹിയ, അതൊരു അനഭിലഷണീയമായ കാര്യമായിട്ടാണ് കൂട്ടുന്നത്. ഇമാം മാലിക് റഹ്മഹുള്ളയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുചരന്മാരുടെയും ആ വീക്ഷണത്തോട് യോജിക്കുന്ന മറ്റാളുകളുടെയും ഒക്കെ അഭിപ്രായ പ്രകാരം അങ്ങനെ വിവാഹം കഴിച്ചാൽ സാധുവാകാതിരിക്കൊന്നുമില്ല, നല്ലത് അത് കറാഹത്താണ് എന്ന് മാത്രം. കാരണം വിശുദ്ധ ഖുർആനിന്റെ മറ്റു ചില ആയത്തുകളുടെ വെളിച്ചത്തിൽ വഉഹില്ല ലക്കും മാ വറാഅ ദാലിക്കും എന്നിങ്ങനെ ഖുർആൻ പറയുന്ന അതല്ലാത്തവയൊക്കെ നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സൂറത്തുൻ നിസായിലെ 24-ാമത്തെ ആയത്തിൽ എണ്ണിപ്പറഞ്ഞവരിൽ, അതുപോലെ തന്നെ ഈ സൂറത്തുൻ നൂറിൽ തന്നെ 32-ാമത്തെ ആയത്ത് വരുന്നുണ്ട്. ഫഅൻകിഹുൽ അയാമാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള അവിവാഹിതർക്ക് നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുവീൻ. അവിടെ വ്യഭിചാരിയെന്നോ അല്ലാത്തവരെന്നോ പറഞ്ഞിട്ടില്ലല്ലോ.
എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണല്ലോ അവിടെയും ഉള്ളത് എന്നുള്ളയൊക്കെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല. ഈ ആയത്തിൽ പറഞ്ഞ വിധി ശേഷം പറഞ്ഞ ഇപ്പൊ ഈ കേൾപ്പിച്ച സൂറത്തുന്നിസായിലെ 24-ാമത്തെയും ഇനി സൂറത്തുന്നൂറിൽ വരുന്ന 32-ാമത്തെയും ആയത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന വിധി നിലനിൽക്കുന്നില്ല എന്ന വീക്ഷണവും പണ്ഡിത ലോകത്തുണ്ട്. അതിന് പോൽബലകമായിട്ട് അവർ പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ അവളെ സ്പർശിക്കുന്നവരെ ഒന്നും എതിർക്കാറില്ല എന്നൊരഭിപ്രായം പറഞ്ഞു. അതൊരു പ്രയോഗമാണ്, പറഞ്ഞാൽ അവൾ വഴങ്ങിക്കൊടുക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ത്വല്ലിഖ്ഹ, അവളെ വിവാഹമോചനം നടത്തിയേക്ക്. അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ലാ അസ്ബിറു അൻഹാ, എനിക്ക് അവളില്ലാതെ പറ്റൂല, അവളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ ഫാംസിക്ഹ, എന്നാൽ നീ അവളെ വെച്ചുകൊണ്ടിരുന്നോ എന്ന് അനുവാദം കൊടുത്തു എന്നാണ്. ഈ ഹദീസിന്റെ വിഷയത്തിൽ ഹദീസ് നിരൂപക ശാസ്ത്രം അതിനെ സംബന്ധിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. മാത്രമല്ല ഈ സംഭവം അതിന് രേഖയാക്കാൻ പറ്റില്ലെന്നുകൂടി അവർ പറയുന്നു. ഇത് നിലവിൽ ഭാര്യയായിട്ടിരിക്കുന്ന ഒരാളുടെ കേസാണ്, ആദ്യമേ വിവാഹം കഴിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസല്ല എന്നുള്ളതാണ് അതിന് ആ വീക്ഷണം നിലനിർത്തിയിട്ടുള്ള പണ്ഡിതന്മാർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അതിനോട് അത് തന്നെയും ആവാം എന്ന അഭിപ്രായം പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ, വിവാഹം കഴിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. തീരെ വിവാഹം കഴിക്കാൻ പാടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ കാലഘട്ടത്തിൽ ദരിദ്രരായ മുഹാജിറുകൾ അവർക്ക് മഹറൊന്നും കൊടുത്ത് വിവാഹം കഴിക്കാൻ പലപ്പോഴും സാധ്യമാകാത്ത ഘട്ടം വന്നപ്പോൾ ഇത്തരത്തിലുള്ള ചില വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുവാൻ അവർ താല്പര്യം കാണിച്ച സന്ദർഭത്തിലൊക്കെയാണ് ഈ ആയത്തിന്റെ അവതരണം എന്നൊക്കെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തായിരുന്നാലും ഒരു വീക്ഷണം അവരുടെ ഈ ലാ യൻകിഹു എന്ന് പറഞ്ഞാൽ അവരെ വിവാഹം കഴിക്കുകയില്ല, അല്ലെങ്കിൽ വിവാഹം കഴിക്കരുത് എന്ന്, നിക്കാഹ് എന്നുള്ളതിന് അവിടെ തസ്വീജ്, വിവാഹം കഴിക്കുക എന്ന അർത്ഥം തന്നെയാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്. നമ്മൾ ശരിക്ക് മനസ്സിലാക്കണം, സാവകാശം ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ വ്യാഖ്യാനം കേട്ടോളൂ. അതെന്താണ്? ഇത് വിവാഹത്തെ ബന്ധപ്പെട്ടുകൊണ്ടല്ല പറയുന്നത് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്ന ന്യായീകരണം, ആ വീക്ഷണം ഒരുപാട് പണ്ഡിതന്മാർ പ്രകടിപ്പിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇബ്നു കസീർ റഹിമഹുല്ല ആദ്യം തന്നെ നൽകിയത് ഞാൻ ഇനി വായിക്കാൻ പോകുന്ന വ്യാഖ്യാനമാണ് അദ്ദേഹം തുടക്കത്തിലേ നൽകിയിട്ടുള്ളത്. ഇനി ആധുനികരായ പണ്ഡിതന്മാരിൽ മുഹമ്മദ് അമീൻ ഷിൻഖീത്തി അദ്വാഉൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിന്റെ ഓദർ, അദ്ദേഹം ആ വീക്ഷണം അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് സാലിഹുൽ ഉസൈമീൻ റഹിമഹുല്ല, അദ്ദേഹം ആ വീക്ഷണം അഭിപ്രായപ്പെട്ട പണ്ഡിതനാണ്. എന്താണ് ആ വീക്ഷണം? ഇവിടെ അസ്സാനി ലാ യൻകിഹു എന്ന് പറയുന്ന ലാ യൻകിഹു എന്നിടത്തുള്ള നിക്കാഹ് കൊണ്ട് ഉദ്ദേശം അന്നൽ മുറാദ ബിൻ നിക്കാഹി ഫിൽ ആയതി ഹുവൽ വത്ഉ അല്ലദി ഹുവ അസ്സിനാ ബിഐനിഹി. അവിടെ നിക്കാഹല്ല ഉദ്ദേശിക്കുന്നത്, അവിടെ യൻകിഹു എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശം ശാരീരിക ബന്ധമാണ്, ലൈംഗിക ബന്ധത്തിന് പറയുന്നതാണ് നിക്കാഹ് എന്ന പ്രയോഗം. ഖാലു, അപ്പൊ അവർ പറഞ്ഞ അഭിപ്രായം എന്താണ്? വൽ മുറാദു ബിൽ ആയത്തി, ഈ ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തഖ്ബീഹു സിനാ വശിദ്ദത്തു തൻഫീർ അൻ മിൻഹു, വ്യഭിചാരം എന്ന് പറയുന്നത് അത്രക്ക് മോശമായൊരു സംഗതിയാണെന്നും അതിനെ തൊട്ട് വിട്ടുനിൽക്കണമെന്നും അതിന്റെ ഗൗരവം പറയാനാണ്. എന്നിട്ട് അവർ പറയുന്നത് നോക്കൂ, ലിയന്നസ്സാനി, കാരണം വ്യഭിചാരി ലാ യുതാവിഉഹു ഫീ സിനാഹു, അവന്റെ വ്യഭിചാരത്തിന് വഴങ്ങിക്കൊടുക്കുകയില്ല, മിനന്നിസായി, സ്ത്രീകളിൽ നിന്ന്, ആരല്ലാതെ, ഇല്ലല്ലതീ ഹിയ ഫീ ഗായത്തിൽ ഖസ്സാലി കൗനിഹാ മുശ്രിക ലാ തറാ ഹുർമത്തസ്സിനാ ഔ സാനിയ ഫാജിറ ഖബീസ. എന്താ പറയുന്നതിന് ചുരുക്കം? ഒരു വ്യഭിചാരി വ്യഭിചാരത്തിന് ആവശ്യപ്പെടുമ്പോൾ ആ മോഡൽ പെണ്ണുങ്ങളല്ലാതെ അതിന് വഴങ്ങിക്കൊടുക്കൂല. അതുപോലെ തന്നെ ഇതിലൊന്നും ഒരു വിശ്വാസമല്ലാത്ത, ഇതിന് ഹറാമും ഹലാലും ഒന്നും വിശ്വസിക്കാത്ത ബഹുദൈവ വിശ്വാസിനികളായ വല്ല പെണ്ണുങ്ങളോ അങ്ങനത്തെ ആളുകളോ ഒക്കെ അല്ലാതെ ഒരു നേരാമണ്ണം ഒരു മോമിനായൊരു പെണ്ണ് അതിന് വഴങ്ങിക്കൊടുക്കൂല എന്നതാണ് അതിൻ്റെ ഉദ്ദേശം എന്നാണ്. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞത് നോക്കൂ നിങ്ങൾ. ഈ ആയത്ത് കൊടുത്തിട്ട് അദ്ദേഹം തഫ്സീർ തുടങ്ങുന്നത് തന്നെ എങ്ങനെയാണ്? ഇബ്നു കസീർ റഹിമഹുല്ലാഹ്, ഹാദാ ഖബറും മിനല്ലാഹി തആല, ഇത് അല്ലാഹു തആല നമ്മെ അറിയിച്ച ഒരു വാർത്തയാണ്, കാര്യമാണ്. എന്ത്? ബിഅന്ന സാനിയ, ഒരു വ്യഭിചാരി, ലാ യതഉ ഇല്ലാ സാനിയതൻ ഔ മുശ്രികതൻ,
അവനൊരു വ്യഭിചാരിണിയായ പെണ്ണിനെയോ അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസിനിയായ വിശ്വാസമില്ലാത്തൊരു പെണ്ണിനെയോ അല്ലാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അവന് കിട്ടൂല. അതായത് ലാ യുതാവിഉഹു അലാ മുറാദിഹി മിനസ്സിന ഇല്ലാ സാനിയ ആസിയ ഔ മുശ്രിക. ഈ നിലക്കുള്ള അനുസരണക്കേട് കാണിക്കുന്ന തെമ്മാടിത്തം പ്രവർത്തിക്കുന്ന ഒരു പെണ്ണോ അല്ലെങ്കിൽ അവിശ്വാസിയായ ഒരുവളോ അല്ലാതെ ഇത്തരത്തിലുള്ള ഒരാൾക്ക് വഴങ്ങിക്കൊടുക്കുകയില്ല. ഇതേപോലെ തന്നെയാണ് വകദാലിക അസ്സാനിയ, ഒരു പെണ്ണ്, വ്യഭിചാരിണിയായ ഒരു പെണ്ണ്, ലാ യൻകിഹുഹാ ഇല്ലാ സാനിൻ, അവളെയും ശാരീരിക ബന്ധത്തിന് വിധേയമാക്കുകയില്ല. ആരല്ലാതെ ആ രൂപത്തിലുള്ള സ്വഭാവം നിലനിർത്തുന്ന ഒരു പുരുഷനല്ലാതെ, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ബഹുദൈവ വിശ്വാസിയല്ലാതെ. അപ്പൊ എന്തായി ഈ വ്യാഖ്യാനം കൊണ്ട് എന്തായി ഇപ്പൊ നമുക്ക് മനസ്സിലാകുന്നത്? ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നിക്കാഹല്ല. ശരിക്കും മനസ്സിലാക്കണം. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഖാല സുഫിയാനു സൗരി അൻ ഹബീബ് ഇബ്നു അബി അംറ അൻ സഈദ് ഇബ്നു ജുബൈർ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഇവരിൽ നിന്നൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് അസ്സാനി ലാ യൻകിഹു ഇല്ലാ സാനിയത്തൻ ഔ മുശ്രികത്തൻ, ഒരു വ്യഭിചാരി അവൻ വ്യഭിചാരിണിയെയോ ബഹുദൈവ വിശ്വാസിനിയോ അല്ലാതെ ലാ യൻകിഹു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? ഖാല ലൈസ ഹാദാ ബിന്നിക്കാഹി, ഇത് നിക്കാഹല്ല ഉദ്ദേശിക്കുന്നത്, വിവാഹ ബന്ധമല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഇന്നമാ ഹുവൽ ജിമാഉ, ശാരീരിക ബന്ധമാണ്, ലൈംഗിക ബന്ധമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ അത്തരത്തിലുള്ള ആളുകളല്ലാതെ അത് നിർവഹിക്കുകയില്ല. അപ്പൊ വിവാഹമല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, മറിച്ച് എന്താണ്? അത്തരത്തിലുള്ള ആളുകൾക്ക് വഴങ്ങിക്കൊടുക്കുക, അത്തരം പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ അർത്ഥം വരിക? അസ്സാനി ലാ യൻകിഹു, ഒരു വ്യഭിചാരിയായ പുരുഷൻ അവൻ ലൈംഗിക ബന്ധം പുലർത്തുകയില്ല. ഏത് നിലക്ക്? അവിഹിതമായ ബന്ധം അവൻ പുലർത്തുകയില്ല, ആരുമായിട്ടല്ലാതെ. ഇല്ലാ സാനിയത്തൻ ഔ മുശ്രിക്കത്തൻ, അതേ സ്വഭാവമുള്ള സ്ത്രീയോടല്ലാതെ അവളെ അവന് വഴങ്ങിക്കൊടുക്കുകയുള്ളൂ. അതേപോലെ തന്നെ വസ്സാനിയത്തു ലാ യൻകിഹുഹാ, അപ്പോൾ എന്തായി അർത്ഥം? ഒരു വ്യഭിചാരിണിയായ പെണ്ണ് അവൾ വഴങ്ങിക്കൊടുക്കുകയില്ല, ആർക്കല്ലാതെ? ഇല്ലാ സാനിൻ ഔ മുശ്രിക്, വ്യഭിചാരിയായ ഒരു പുരുഷനോ ആ രൂപത്തിലുള്ള അവിശ്വാസിയായ ഒരാൾക്കോ ബഹുദൈവ വിശ്വാസിയായ ഒരാൾക്കോ അല്ലാതെ വഴങ്ങിക്കൊടുക്കൂല. അപ്പൊ ഉദ്ദേശമോടെ വിവാഹമല്ല പറയുന്നത്, ഈ നിലക്കുള്ള പ്രവൃത്തിക്ക് വഴങ്ങിക്കൊടുക്കുക സാധാരണ ആ സ്വഭാവക്കാരികളെ ചെയ്യുള്ളൂ, ആ സ്വഭാവമുള്ള ആളുകളെ അത്തരം വേശ്യാ പെണ്ണുങ്ങൾക്കും കിട്ടുകയുള്ളൂ എന്നാണ് ഈ ആയത്തിൽ പറയുന്നതിന്റെ ഉദ്ദേശം. വഹുരിമ ദാലിക അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിഹിതമായ ഈ നിലക്കുള്ള വ്യഭിചാരം അത് അവർക്ക് അനുവദിക്കപ്പെട്ടതല്ലല്ലോ, അത് നിഷിദ്ധമാക്കപ്പെട്ടതുമാണ്. അപ്പൊ ആദ്യത്തേതിൽ വഹുരിമ ദാലിക എന്നുള്ള അർത്ഥം എങ്ങനെ വരും? ആ വിവാഹം അവർക്ക് ഹറാമാണ്. ഈ അർത്ഥപ്രകാരോ ഈ നിലക്കുള്ള ശാരീരിക ബന്ധം മുഅ്മിനീങ്ങൾക്ക് വിലക്കപ്പെട്ടതാണല്ലോ, വ്യഭിചാരം അവരുടെ മേൽ നിഷിദ്ധമാക്കപ്പെട്ടതാണല്ലോ. ഇങ്ങനെ രണ്ട് നിലക്കുള്ള വ്യാഖ്യാനങ്ങളാണ് ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ രണ്ടഭിപ്രായങ്ങളും പറഞ്ഞതിന്റെ ശേഷം, രണ്ടഭിപ്രായങ്ങളും ഒന്നിനൊന്ന് ഓരോരുത്തരും അവരവരുടേതായ ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, ഖുർആനികമായിട്ടുള്ള ഒരു വചനത്തിന് രണ്ട് നിലക്കും രണ്ടിനും യോജിക്കാവുന്ന നിലക്കുള്ള വ്യാഖ്യാനങ്ങൾക്ക് പഴുതുണ്ടെങ്കിൽ ഒന്നിനെയും തള്ളേണ്ടതില്ല എന്ന് തന്നെയാണ് ഖുർആൻ വ്യാഖ്യാനത്തെ സംബന്ധിച്ചുള്ള ആ വിഷയത്തിൽ കൃത്യമായി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത്. രണ്ടിനും സാധ്യതയുള്ളിടത്ത് രണ്ട് അഭിപ്രായ പ്രകാരമാവാം. എന്നിട്ട് പിന്നെ ഓരോരുത്തർക്കും കൂടുതൽ എന്താണോ അവരുടെ മനസ്സ് ചായുന്നതെങ്കിൽ അതിലേക്ക് വീക്ഷണം പറയുകയും ആവാം, മറ്റേ അഭിപ്രായത്തെ തള്ളാതെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ രണ്ടഭിപ്രായങ്ങളും, വിവാഹമാണ് ഉദ്ദേശം എന്ന് പറഞ്ഞവരും ലൈംഗിക ബന്ധമാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞ രണ്ടഭിപ്രായവും പറഞ്ഞതിന്റെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ അദ്വാഉൽ ബയാൻ എന്ന് പറയുന്ന തഫ്സീറിന്റെ ഓദറായ മുഹമ്മദ് അമീനു ശിൻഖീത്തി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്ന അവസാനത്തെ വാചകങ്ങൾ, ഈ ചർച്ചയുടെ ഏതാണ്ടൊരു കുറേ കാര്യങ്ങൾ അദ്ദേഹം അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ചർച്ചയുടെ ഒരു സമാപനം കുറിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, ഇഅ്ലം, നീ മനസ്സിലാക്കിക്കോ. ഇപ്പൊ പണ്ഡിത ലോകത്ത് രണ്ട് വീക്ഷണങ്ങൾ ഉണ്ട് എന്നിപ്പോ നമ്മൾ മനസ്സിലാക്കിയല്ലോ.
എനിക്കതിൽ തോന്നുന്നത് എന്താണ്, ഒരു വ്യഭിചാരിയായ സ്ത്രീയും വ്യഭിചാരിയായ പുരുഷനും അവര് വ്യഭിചാരത്തിൽ നിന്ന് ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അതിലേക്ക് തിരിച്ചു പോവുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ അവര് തൗബ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈന്ന നിക്കാഹുമാ ജായിസുൻ, ഒരു വിവാഹം കഴിക്കാം, അതിന് വിരോധമൊന്നുമില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിവാഹം നടത്തുന്നതിന് വിരോധമില്ല എന്ന അഭിപ്രായമാണ് എനിക്ക് ആ വീക്ഷണത്തിൽ ശരിയായി തോന്നുന്നത് എന്നാണ് അദ്ദേഹം ഈ ചർച്ചയ്ക്ക് അവസാനം കുറിച്ചുകൊണ്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. കാരണം എന്താ, ലിഅന്ന തായിബ മിന ദംബി കമൻ ലാ ദംബ ലഹു. ഒരാളൊരു കുറ്റം ചെയ്തു, ആ കുറ്റത്തിൽ നിന്ന് അയാൾ ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങിയാൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, അത്തായിബു മിന ദംബി കമൻ ലാ ദംബ ലഹു. ഒരു കുറ്റത്തിൽ നിന്ന് ആത്മാർത്ഥമായി പശ്ചാത്തപിച്ചു മടങ്ങിയ ഒരാള് കുറ്റം ചെയ്യാത്തവനെ പോലെയാണ് എന്നാണ്. അപ്പൊ പിന്നെ അവൻ കുറ്റത്തിൽ നിന്ന് ഒഴിവായില്ലേ, ഇനിയും അവനെ വേശ്യപ്പെണ്ണനോ അല്ലെങ്കിൽ വിചാരിയെന്നോ ഒരാളിനെയോ പെണ്ണിനെയോ പിന്നെ വിളിക്കാൻ പാടില്ല. കാരണം അവൻ അതിൽ നിന്ന് ആത്മാർത്ഥമായി ഒഴിവായില്ലേ, പിന്നെ അവൻ ആ പേര് ചേരൂലല്ലോ. അതിനല്ലേ അല്ലാഹു തആല തൗബ നിശ്ചയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിധത്തിൽ അങ്ങനെ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെ വിവാഹം കഴിക്കാം.